ഹലോ, സുഖല്ലേ? അപ്പം കഴിഞ്ഞ ദിവസം രാവിലെ ഒരു 7:30ക്ക് എണീച്ചിന് ഞാൻ. എൻ്റെ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണേനു. അങ്ങനെ കക്കാട് റെനോളിൽ സർവീസിന് കൊടുത്തതിന് ശേഷം ബസ് സ്റ്റോപ്പ് വരെ പോയി ബസ്സും കയറിയിട്ട് നേരെ ഞമ്മളെ കണ്ണൂർ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആടെ ഇറങ്ങി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു നേന്ത്രപ്പഴവും ഗ്രീൻ ടീ മാത്രം കുടിച്ചിട്ടാണേ വന്നത്. ഈടെ എത്തുമ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. ഇനി നമ്മളെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്തുള്ള ആനന്ദഭവനില്ലേ, ആട്ന്നാ കഴിച്ചത്. ഒരു 3 ഇടിയപ്പവും ബാജിക്കറി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബാജിക്കറി വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ആട്ന്ന് അത് കഴിച്ചിട്ട് ഇറങ്ങി. വണ്ടിയൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വെറുതെ അയിലൂട്ടി എല്ലാം നടന്ന് കളിക്കുന്ന. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മനസ്സിങ്ങനെ എന്നോട് മന്ത്രിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിട്ട് നീ ചോറ് കഴിക്കണം എന്ന്. പക്ഷേ ഇപ്പോൾ ഉച്ചയായിട്ടില്ല. സമയം ഒരു 10:40 ആയിട്ടേ ഉള്ളൂ. ഇത് ഞാൻ പണ്ട് 12 കൊല്ലം പൂണ്ട് വിളയാടിയ സ്കൂളാണ്, സെൻറ് മൈക്കിൾസ്. ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ എനിക്ക്. ഈട 11 മണിക്ക് പണ്ട് ഒരു അടിപൊളി ബോണ്ട കിട്ടും എനിക്ക് ക്യാൻറ്റീനിൽ. 3 റുപ്യ അതിൻ്റെ റേറ്റ്. അത്ര ടേസ്റ്റുള്ള ബോണ്ട പിന്നെ ഞാൻ ഇതേവരെ കഴിച്ചില്ല. അപ്പോൾ ഇപ്രാവശ്യം ക്യാൻറ്റീനിൽ ആ ബോണ്ട കിട്ടുമോ നോക്കിയിട്ട് ഞാൻ ക്യാൻറ്റീൻ വരെ പോയി. പക്ഷേ ആടെ ബോണ്ടയൊന്നും ഉണ്ടായിട്ടില്ലേ. ഇപ്പം ബേക്കറിയിൽ നിന്ന് വരുന്ന ചിക്കൻ റോളെല്ലാം ഉണ്ടായിന്. അങ്ങനെ കുറേ നേരം അയിലൂട്ടിയെല്ലാം നടന്നിട്ട് ഞാൻ സമയമാക്കി. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് 1:15 രാവിലെ പതിവിനേക്കാളും കഴിച്ചത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ടേ. ഇനി ഉച്ചയ്ക്ക് കഴിക്കുന്നതും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പിന്നെ ഞാൻ എങ്ങനെയാണ് പെരുമാറുവാന്ന് എനക്കെന്നെ പറയാൻ പറ്റൂല. അതുകൊണ്ട് അതിനൊന്നും ഇടയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈടെ കയറിയിട്ട് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ചട്ടിച്ചോറും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് കരിമീൻ പൊരിച്ചതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ പൊരിച്ചതും പറഞ്ഞിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യോടെ പ്രവൃത്തിയിലോട്ടേക്ക് അങ്ങോട്ട് കടന്നിനെ. നല്ല കുടംപുളിയിലിട്ടിട്ട് ആക്കിയ മീൻ കറിയില്ലേ, അതും ചോറും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ആദ്യം കഴിച്ചത്. ആ കുടംപുളിയിട്ടാക്കിയ മീൻ കറീൻ്റെ ആ ഒരു 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 ചൊയ ഉണ്ടല്ലോ, അത് സെറ്റ് ചെയ്യുന്നു കേട്ടോ. ഈ ചട്ടിച്ചോറിൽ അയില പൊരിച്ചയും പിന്നെ ആ മീൻ കറിയിലുള്ള മീനിൻ്റെ കഷ്ണവും ഓംലേറ്റും കൂടാണ്ട് ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഉണ്ട് കേട്ടോ. ചട്ടിച്ചോറ് കഴിക്കാൻ ഒരു പ്രത്യേകതരം രീതിയുണ്ട് കേട്ടോ. അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല. എല്ലാ കറിയും കൂടെ കൂട്ടി കുഴച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോഴേ അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു മജ കിട്ടുള്ളൂ. അല്ലാണ്ട് എല്ലാം വേറെ വേറെ കൂട്ടി കഴിക്കാനാണെങ്കിൽ സാധാരണ മീൽസ് ഓർഡർ ചെയ്താൽ പോരെ അല്ലേ. ഇത് നോക്കിയാൽ ഈ മാങ്ങയച്ചാറുള്ള മാങ്ങേൻ്റെ പീസില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു കഷ്ണം പതുക്കി ഇങ്ങോട്ട് ഞെക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഈ മീൻകറി കൂട്ടി കുഴച്ച് ചോറിലോട്ട് അങ്ങോട്ട് ഉടച്ച് ചേർക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഓംലേറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് അയില പൊരിച്ചയും വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെ വാരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയേ. അതിനുശേഷം ഞാൻ എൻ്റെ കൈകൾ പതുക്കെ ഈ പൊരിച്ച കരിമീനിൽ വെച്ചേ. എൻ്റെ അമ്മോ, ഇത്രയും സിമ്പിൾ മസാലയിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കരിമീൻ പൊരിച്ചത് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടേയില്ല. കരിമീനിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളമുള്ള ഏറ്റവും വലിയൊരു ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനിപ്പം കരിമീൻ എങ്ങനെ വെച്ചാലും ശരി ചെറുതായിട്ടുള്ളൊരു മണ്ണിൻ്റെ ചൊയ ഉണ്ടാവും. പക്ഷേ ഈ കരിമീനിൽ അങ്ങനത്തെ ഒരു ചൊയ ഉണ്ടായിട്ടില്ല. നല്ല ഫ്രഷുമായിരുന്നു ആ മീൻ. പിന്നെ ആ ചട്ടിച്ചോറിൻ്റെ സൈഡിലുണ്ടായ ബീഫ് കഴിച്ച് 3 കഷ്ണം ബീഫാണ് ഉണ്ടായിരുന്നത്. ചിക്കൻ ഫ്രൈ 3 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് ഭയങ്കര സൂപ്പർ സോഫ്റ്റ് ഒന്നും അല്ലായിരുന്നെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെമ്മീൻ ഞാനിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചല്ലേനും. പിന്നെ ആ ബോട്ടിൽ, അതായത് ആ തോണിയിൽ ചെമ്മീൻ ഇങ്ങനെ നിരത്തി വെച്ചത് കണ്ടായിരുന്നു. നല്ല ഫ്രഷായിട്ട് തോന്നി. പിന്നെ ഞാൻ കുറേ കാലമായി നല്ല ഫ്രഷ് ചെമ്മീൻ കഴിച്ചിട്ടു. അതുകൊണ്ട് 2 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള പ്രധാന കാരണം എപ്പം ചെമ്മീനും യൂറിക് ആസിഡും കണ്ടാൽ അടിയാ. അതുകൊണ്ട് ഞാൻ വെറുതെ ചെമ്മീൻ നല്ലോണം കഴിച്ചിട്ട് എൻ്റെ യൂറിക് ആസിഡ് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെമ്മീൻ 2 നിർത്തിയത്. അപ്പോൾ ആ ചട്ടിച്ചോറിൻ്റെ ഒത്ത നടുവിലേക്ക് ലേശോ മോരങ്ങോട്ട് ഒഴിച്ച് നല്ലോണം അങ്ങനെ കുഴച്ചിട്ട് പിന്നെ ചിക്കൻ ഫ്രൈൻ്റെ പീസെല്ലാം എടുത്തിട്ട് ഞാനിങ്ങനെ കുഴച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെമ്മീൻ 2 മാത്രം പറഞ്ഞത് തീരെ കുറഞ്ഞു പോയി എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഒരു 2 കൂടി ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചാണ്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ചെമ്മീനും കരിമീനെല്ലാം മുഴുവനായിട്ട് അങ്ങോട്ട് കഴിച്ചേ. കരിമീൻ കഴിക്കുന്നതിനിടയ്ക്ക് ഒരു മുള്ളൻ്റെ അണ്ണാക്കിൽ മേലെ കുത്തി കയറിപ്പോയിന് കേട്ടോ. അതിന് വലിച്ചെടുക്കുമായിരുന്നു. പിന്നെ കരിമീൻ്റെ ആ പ്ലേറ്റിന് ചുറ്റും കുറേ ഓറഞ്ച് നേർങ്ങനെ മുറിച്ചതുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ട് പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൺ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, ചെമ്മീൻ ബിരിയാണി ഉണ്ട്, ഫിഷ് ബിരിയാണി ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ബിരിയാണി എല്ലാം ഉണ്ട്. ഏതാണ് ഏറ്റവും സ്പെഷ്യൽ ബിരിയാണി എന്ന് ഞാൻ ഓനോട് ചോദിച്ചാൽ ഓൻ പറഞ്ഞു നമ്മളെല്ലാ ബിരിയാണിയും സ്പെഷ്യലാണ്. അന്നേരം ഞാൻ ഓനോട് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ഫിഷ് ബിരിയാണി എടുത്തോന്ന്. അന്നേരം ഓൻ എന്നോട് ചിരിച്ചോണ്ടും പറഞ്ഞ് എല്ലാം നമ്മളെ ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും സ്പെഷ്യൽ എന്ന്. അന്നേരം ഞാൻ അവൻ്റെ മുഖത്തൊന്ന് മന്ദഹസിച്ച് നോക്കിയിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ചിക്കൻ ബിരിയാണി എടുത്തോന്ന്. അപ്പം ബിരിയാണി എടുത്തോന്ന് പറയുന്ന ആ സമയത്ത് തന്നെ ലെഗ് പീസ് വേണ്ടാന്ന് ഞാൻ ഓനോട് എടുത്ത് പറയുകയും ചെയ്തിന്. അങ്ങനെ ബിരിയാണി എത്തി. എന്നിട്ട് നമ്മളെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് കഴിച്ചു നോക്കിയേ. ഈ ബിരിയാണി കാണുമ്പം തന്നെ അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയില്ല. എന്തായാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. സംഗതി ലഗോൺ ചിക്കൻ ബിരിയാണിയാണ്. ആ ചിക്കൻ പീസെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. അങ്ങനെ ചിക്കൻ പീസ് ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ടും കഴിച്ചു നോക്കി. പിന്നെ ഈ ബിരിയാണീൻ്റെ കൂടെ അക്കമ്പനിമെൻ്റ് ആയിട്ട് തൈര് സലാഡുണ്ട്, ഈത്തപ്പഴം, ബീട്രൂട്ട് അച്ചാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണി സെർവ് ചെയ്ത മൂപ്പരെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു
ഒരു പപ്പടം കിട്ടുമെന്ന്. ഓ അതിനെന്താ കൊണ്ടത്തരാലോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അകത്തേക്ക് പോയിട്ടുണ്ട്. ചിക്കൻ പീസ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. അത് ആ ചിക്കൻ ഒരു പീസ് പറിച്ചെടുക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അല്ലേ? അപ്പോഴത്തേക്കും പപ്പടം എത്തിയ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പപ്പടത്തിനും പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എന്നാൽ മാത്രമേ ആ ഒരു ബിരിയാണി കഴിച്ച ഫീൽ ഉണ്ടാവുള്ളൂ. പപ്പടവും വേണം, മറ്റേ ചമ്മന്തിയും വേണം. ചമ്മന്തിയുടെ ഉണ്ടായിട്ടില്ല, അതുപോട്ടെ സാരമില്ല. അല്ലെങ്കിലും ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാം നടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ. എന്തായാലും ബിരിയാണി ടേസ്റ്റിൻ്റെ സാധാരണ റെസ്റ്റോറൻറ്റ്സ് കഴിക്കുന്ന ഒരു ബിരിയാണീൻ്റെ ഫ്ലേവറല്ല, കുറച്ചും കൂടെ ഒരു ഹോംലി ഫ്ലേവർ. അപ്പോൾ അതിന് ശേഷം ഒരു തണുത്ത വിത്തൗട്ട് ബത്തക്ക ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ എന്നെ തന്നെ നല്ലോണം അങ്ങോട്ട് തണുപ്പിച്ച ശേഷം ഒരു വലിയ ജാറ് നിറയെ എടുത്ത് സ്പെഷ്യലായിട്ടുള്ള ടെൻഡർ കോക്കനട്ട് പുഡിങ് കഴിച്ച് അതും ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ഒരു സിസ്ലിംഗ് ബ്രൗണി ഓർഡർ ചെയ്ത്. കുറേ കാലമായി ഞാനൊരു ബ്രൗണി കഴിച്ചിട്ട്. എൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തെയും ടേബിളിൽ നിന്നല്ലോ ഓരോ ആൾക്കാർ ബ്രൗണി കഴിക്കുന്നുണ്ടായിരുന്നു. അന്നേരം എനക്കും ആഗ്രഹമായി. ആഗ്രഹങ്ങൾ നമ്മളെക്കൊണ്ട് നിറവേറ്റാൻ പറ്റുന്നതാണെങ്കിൽ കൈയോടെ അപ്പാടനെ അങ്ങോട്ട് നിറവേറ്റി കളയണം. കാരണം നാളെ എന്താവുന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എടുത്ത ബ്രൗണിയും ആ വെനീല ഐസ്ക്രീമും അതിൻ്റെ മേലെ ഒഴിച്ച ചോക്ലേറ്റ് സിറപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിച്ച അപ്പോൾ സ്പോട്ട് നമ്മളെ കണ്ണൂർ തളാപ്പിലെ റാന്തൽ റെസ്റ്റോറൻറ്റാണ്. എന്നിട്ട് പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം സമയം ഒരു 4:30 4:45 വണ്ടി കിട്ടാത്തതുകൊണ്ട് തന്നെ കുറേ നടന്നിനി. അങ്ങനെ നടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെയും വൈകുന്നേരം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഒരു ബർഗർ കഴിക്കാനുള്ള ചെറിയൊരു പൂതി. നേരെ ഇവിടെ പോയിട്ട് ഇവിടുന്ന് 2 ബർഗർ ഓർഡർ ചെയ്ത് ആദ്യം, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് 2 മൊയ്റ്റോ. അതായത് ഒരു കോംബോ ഓഫറുണ്ട്. എന്തോ 2 ബർഗർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 മൊയ്റ്റോ ഫ്രീ. അങ്ങനെ കിട്ടിയതാണ് ആ 2 മൊയ്റ്റോ. ആ തന്തൂരി ബർഗറും ബാർബിക്യൂ ബർഗറെല്ലാം കഴിക്കുന്നതിനിടയ്ക്ക് തൊട്ടപ്പുറത്തെ ടേബിളിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ഇരുന്നിട്ടുണ്ടായിരുന്നു. അവരാടുന്ന് ചാട്സും പിന്നെ ഈ പാവ് ബജിയും വടാപ്പാവെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. അന്നേരം എനക്ക് പാവ് ബജി കഴിക്കാനുള്ളൊരു തോന്നൽ. ഞാൻ അപ്പാടന്നെ എൻ്റെ ഓർഡർ എടുത്ത് ഓനെ വിളിച്ചിട്ട് ഒരു പാവ് ബജി ഓർഡർ ചെയ്തു. ശരിക്കൂടെ പാവ് ബജിക്ക് 129 റുപ്യാണെന്ന് തോന്നുന്നു റേറ്റ്. പക്ഷേ ഞാൻ പോയ ദിവസം 50% ഓഫർ ഉണ്ടായിരുന്നു. പാവ് ബജിക്ക് മാത്രമല്ല, എല്ലാ ചാട്ട് ഐറ്റംസിനും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ നോർത്ത് ഇന്ത്യൻ ഫാമിലിയെല്ലാം കുറേ ചാട്ട് ഐറ്റംസ് ഇരുന്ന് കഴിക്കുന്നത് കണ്ടത്. ഈ പാവ് ബജി ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ബജിയെല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ബന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അതിന് ശേഷം ഞാനൊരു പ്ലേറ്റ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത്. സാൻഡ്വിച്ച് കുറച്ചധികം ഗ്രില്ല് ചെയ്തെടുക്കാൻ ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇടുന്ന് ഒരു പിzzയും പറഞ്ഞ്. ഈ പിസ്സ തീരെ പോരായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ടോപ്പിംഗ് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ബേസ് റെഡിമെയ്ഡ് ബേസ് ആയിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഒന്ന് തണുപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു സ്പെഷ്യൽ ഫലൂദയും പറഞ്ഞു. കണ്ണൂരിലെ വൺ ഓഫ് ദി കാണാൻ ലുക്കുള്ളൊരു ഫലൂദ തന്നെയാണ് കേട്ടോ ഇത്. ഇതെങ്ങനെയാണ് അവൾ ഉണ്ടാക്കുന്നില്ലേ? ഗ്ലാസിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ സ്ട്രോബെറിയും പിന്നെ മറ്റേ കർമോസല്ലേ അത് അതിലെല്ലാം ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട്, പിന്നെ മേലെ ഇതുണ്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണുള്ളത്. അപ്പോൾ അത് മേലേനെ താഴെ വരെ നല്ലോണം അങ്ങോട്ട് കുത്തി ഇളക്കി. അതിൻ്റെ ഇടയിൽ ക്രീമിൻ്റെ ലെയറെല്ലാം വരുന്നുണ്ട്, സീതാപ്പഴത്തിൻ്റെ. അപ്പോൾ അതെല്ലാം കൂടെ കുത്തി ഇളക്കിയിട്ട് താഴേനെ കോരി എടുത്തിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കുടിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. സ്പോട്ട് നമ്മളെ കണ്ണൂർ ബല്ലാട് റോഡിൽ നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ സൈഡിലുള്ള ദി അഡ്മീറ കോർട്ട്യാർഡാണ്.